നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ സംഘർഷം രൂക്ഷമാവുകയാണ്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് പ്രതിഷേധവുമായി KSU പ്രവർത്തകർ എത്തിയതോടുകൂടിയാണ് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വിഭാഗം മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കലോത്സവത്തിനിടെ SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച KSU പ്രവർത്തകർ വേദിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒപ്പനയടക്കം ഉള്ള മത്സരത്തിനു വേണ്ടി വേഷം കെട്ടി കഴിഞ്ഞ ദിവസം രാത്രി 10 മണി മുതൽ തന്നെ അവിടെ വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ മത്സരാർത്ഥികൾ ഒരു പക്ഷത്ത് വലിയ രീതിയിലുള്ള സംഘർഷം നടത്തുന്നു, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവ വികാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കലോത്സവം ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ മികച്ച രീതിയിൽ സംഘാടനം നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് മികച്ച രീതിയിൽ കലോത്സവം നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പകൽ മുഴുവനും കലോത്സവം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ അതും ഒരു ചരിത്ര നിമിഷമായി മാറുകയാണ്. വളരെ മോശമായ രീതിയിലേക്ക് സംഘടന അടക്കം മാറുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് നടക്കുന്നു. എന്തായാലും ഗവർണറിന് പരാതി നൽകിയിട്ടുണ്ട്. മാർ ഇവാനിയസ് കോളേജാണ് ഗവർണറിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. SFI പ്രവർത്തകരും മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ച വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. ഇതോടെ മത്സരങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നു. മത്സരങ്ങൾ തടസ്സപ്പെട്ടതോടുകൂടിയാണ് പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രംഗത്തെത്തിയത്. സംഘർഷാവസ്ഥയ്ക്കിടെയും മത്സരം തുടരുകയാണെന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു. പ്രധാന വേദിയാണ് പ്രതിഷേധം ഉണ്ടായത്. സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്ന KSU പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയായിരുന്നു. വേദികൾക്കുള്ളിൽ നിന്ന് പ്രതിഷേധക്കാരെ മാറ്റിയ ശേഷമാണ് മത്സരം ആരംഭിച്ചത്. വേദിക്ക് മുന്നിൽ നിന്നുള്ള പ്രതിഷേധം തുടരുന്നതിനിടെ ഒപ്പന മത്സരം വേദിയിൽ പുരോഗമിക്കുകയാണ്. മത്സരം ആരംഭിച്ച ശേഷവും ഇരുവിഭാഗവും തമ്മിൽ ഈ മുദ്രാവാക്യം വിളികളും തമ്മിത്തല്ലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് എത്തിയതാണ് സംഘർഷം ഒഴിവാക്കിയത്. ഇതിനിടെ സർവകലാശാല യൂണിയനെതിരെ മാർ ഇവാനിയസ് കോളേജ് അധികൃതർ ചാൻസലർക്ക് പരാതി നൽകി. ഒരു വിഭാഗം മത്സരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും മാർ ഇവാനിയസിലെ വിദ്യാർത്ഥികൾ മത്സരിക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നുമാണ് പരാതി. വിധികർത്താക്കളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്നും മാർ ഇവാനിയസ് പ്രിൻസിപ്പൽ പരാതിയിൽ പറയുന്നുണ്ട്. ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം.